പെരിയാർ നദി. പെരിയാർ നദി ഉദ്ഭവിക്കുന്നത് ശിവഗിരി മലകളിൽ നിന്ന്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. നീളം 244 കിലോമീറ്റർ. ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ഇടുക്കി എന്നീ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണ്. പെരിയാറിൻ്റെ ഒരു ഭാഗം ചാലക്കുടി പുഴയുമായി ചേർന്ന് അറബിക്കടലിൽ പതിക്കുന്നു. മറ്റൊരു ഭാഗം വരാപ്പുഴ കായലിൽ പതിക്കുന്നു. പമ്പാ നദി പുളിച്ചിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. നീളം 176 കിലോമീറ്റർ. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൂടെ ഒഴുകുന്നു. വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു. ശബരി, കക്കാട് അണക്കെട്ടുകൾ പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രം തിരുനാൾ വള്ളംകളി എന്നിവ പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രം തിരുനാൾ വള്ളംകളി എന്നിവ കൊണ്ടാടുന്നത് പമ്പാ നദിയിലാണ്. ഭാരതപ്പുഴ ശോകനാശിനി എന്നും അറിയപ്പെടുന്നു. ഈ പേര് നൽകിയത് എഴുത്തച്ഛനാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന് ഉദ്ഭവം. നീളം 209 കിലോമീറ്റർ. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ ഭാരതപ്പുഴയിലാണ്.